ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കമ്പനിയിലെ പ്രധാനപ്പെട്ട 3 ഡോക്യുമെന്റുകളാണുള്ളത്. ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, 2 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, 3 പ്രോസ്പെക്ടസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയിലെ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇത് കമ്പനിയുടെ ചാർട്ടർ എന്നും അറിയപ്പെടുന്നു. ഒരു കമ്പനിയുടെ രൂപീകരണത്തിന് ആവശ്യമായ അടിസ്ഥാന വിവരങ്ങളെല്ലാം തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടായിരിക്കണം. ഒരു കമ്പനിയുടെ പവേഴ്സ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതെല്ലാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഒരു കമ്പനിയുടെ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ പുറത്തുള്ളവർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുന്നു. അതായത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ് മുതലായവർക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നിന്നുമാണ്. ഒരു കമ്പനിയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമാക്കിയിരിക്കണം. ഒരു കമ്പനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. അതുപോലെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയുടെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വ്യക്തമാക്കിയിരിക്കണം. അടുത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു നിയമസംഹിതയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് കമ്പനിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നതാണ് അതിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയും അതിന്റെ ഉള്ളിലുള്ള അംഗങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു കമ്പനി എങ്ങനെ നടത്തണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. കമ്പനീസ് ആക്ട് 1956ന്റെ ടേബിൾ എ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ ഒരു മോഡൽ നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റ് ആണ്, അതെന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അടുത്ത പ്രധാനപ്പെട്ട ടേം ആണ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. നമുക്കറിയാം, കമ്പനി എന്നത് നിയമം മൂലം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. ഒരു നാച്ചുറൽ പേഴ്സണുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയ കമ്പനിക്കും ഉണ്ട്. ഒരു കമ്പനി എന്ന ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയി രൂപമെടുക്കുന്നത് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. അതായത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെയാണ് കമ്പനി എന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ജന്മമെടുക്കുന്നത്. ഇതിനെയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി അതിന്റെ നിയമ നടപടികളിലൂടെ രൂപീകരിക്കുന്നതിനെയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. ഇങ്ങനെ നിയമ നടപടികളിലൂടെ രൂപീകരിക്കപ്പെടുന്ന കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇപ്പൊ കമ്പനികളൊക്കെ രൂപീകരിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. പ്രോഫിറ്റ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റിന് മുമ്പുള്ള ഒരു ബിസിനസ് ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്താൽ ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റിന് മുമ്പ് വരെയുള്ള പ്രോഫിറ്റിനെയാണ് പ്രോഫിറ്റ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്, ഗുഡ് വില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു ബിസിനസ് കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ആ കമ്പനി ആ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പ്രോഫിറ്റ് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണത്. ഇതിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു, ഗുഡ് വില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ലോസ്
പ്രയോർ ടു ഇൻകോർപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലോസ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ. അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റിന് മുമ്പുള്ള ഒരു ബിസിനസ് ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്താൽ ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റിന് മുമ്പ് വരെയുള്ള ലോസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോസ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നു. അതായത് കമ്പനി രൂപീകരിക്കുന്നതിന് മുമ്പ് വരെയുള്ള ഏറ്റെടുത്ത ബിസിനസ്സിലെ ലോസ് എന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോസ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ ആണ്. ഈ ലോസ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ എന്നത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. മിസലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന ഹെഡിലാണ് കാണിക്കുന്നത്. അടുത്തത് അബ്സോർപ്ഷൻ ഓഫ് എ കമ്പനി. നിലവിലുള്ള ഒരു കമ്പനി നിലവിലുള്ള മറ്റൊരു കമ്പനിയുടെ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ അബ്സോർപ്ഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നു. സാധാരണ ഒരു കമ്പനിയില് ഒരു ഷെയർ ഹോൾഡർക്ക് എന്തുമാത്രം ഷെയർ ആണുള്ളത്, അത്രയും വോട്ടാണുള്ളത്. ഒരു ഷെയർ ഹോൾഡർക്ക് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗില് വോട്ട് ചെയ്യാൻ ഹാജരാകാൻ സാധിക്കാതെ വന്നാൽ പകരം ഒരു വ്യക്തിയെ നിയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിനെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. പ്രോക്സി എന്നത് അതായത് ഒരു ഷെയർ ഹോൾഡർക്ക് വോട്ട് ചെയ്യാനായി മറ്റൊരാളെ നിയോഗിക്കാൻ സാധിക്കും. അതിനെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. കമ്പനികളിൽ പ്രോക്സി വോട്ട് സാധ്യമാണ്, എന്നാൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പ്രോക്സി വോട്ട് സാധ്യമല്ല. കമ്പനി എന്നത് നിയമമൂലം രൂപീകരിക്കപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടുകളെ എല്ലാം ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നിയമപരമായ കാര്യമാണ്. അതുകൊണ്ട് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. അതായത് കമ്പനി എന്നത് നിയമത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കമ്പനിയിലെ ഓഡിറ്റും നിയമത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അതുകൊണ്ട് കമ്പനിയിലെ ഓഡിറ്റിന് സ്റ്റാറ്റ്യൂട്ടറി അതായത് നിയമപരമായ ഓഡിറ്റ് എന്ന് പറയുന്നു. ഒരു കമ്പനിയുടെ ഓഡിറ്റർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കമ്പനിയിൽ നിന്ന് പുറത്തുള്ള ഒരു വ്യക്തിയായിരിക്കണം. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ആയിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയായിരിക്കണം കമ്പനിയിലെ ഓഡിറ്റ് നിർവഹിക്കേണ്ടത്. സാധാരണയായി കമ്പനിയിലെ ഓഡിറ്റേഴ്സിനെ 1 വർഷ കാലാവധിയിലേക്കാണ് നിയമിക്കുന്നത്. ഒരു കമ്പനിയിലെ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. തുടർന്ന് വരുന്ന ഓഡിറ്റേഴ്സിന് ഷെയർ ഹോൾഡേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു കമ്പനിയിലെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതിനായി ഷെയർ ഹോൾഡേഴ്സ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അവിടെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നു. ഒരു ഗവൺമെന്റ് കമ്പനിയിലെ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് കമ്പനി എന്താണെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ട ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് കടക്കുക. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 224 അപ്പോയിന്റ്മെന്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.